നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. MES വജ്ര ജൂബിലിയുടെ ഭാഗമായി MES സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരം സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. സെമിനാറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരൂർ ട്രസ്റ്റ് പ്ലാസ ഓഡിറ്റോറിയത്തിൽ 25/7/2025 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2:30 MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ PA ഫസൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. മതേതര വിദ്യാഭ്യാസം ഇന്നത്തെ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് KNA ഖാദർ, ex-MLA, ഡോക്ടർ PJ വിൻസെന്റ് തുടങ്ങിയവർ പങ്കെടുക്കും. MES സംസ്ഥാന തലത്തിൽ നമ്മുടെ വജ്ര ജൂബിലിയുടെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ സെമിനാറുകൾ നടത്തുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ 3 താലൂക്കുകളിലായിട്ട്, അതായത് തിരൂര്, പെരിന്തൽമണ്ണ, നിലമ്പൂര് എന്നിവിടങ്ങളിലായിട്ട് ഒരു സെമിനാർ നടത്തുകയാണ്. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം എന്ന് വേണമെങ്കിൽ പറയാം മലപ്പുറം ജില്ലയിൽ തിരൂരിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. ഈ വരുന്ന 25-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഫസൽ ഗഫൂർ നിർവഹിക്കുകയാണ്. അന്ന് ഈ മതേതര വിദ്യാഭ്യാസം ഇന്നത്തെ വെല്ലുവിളികൾ എന്ന വിഷയമാണ് തിരൂരിലെ സെമിനാറിലെ നമ്മളെ മുഖ്യ വിഷയം. അതിൽ 2 ഗസ്റ്റുകളായത് ഒന്ന് നമ്മളെ മുൻ MLA അഡ്വക്കേറ്റ് KNA ഖാദർ, അതുപോലെ ഡോക്ടർ PJ വിൻസെന്റ് തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. മറ്റ് MESന്റെ നേതാക്കന്മാരും പങ്കെടുക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ വിഷയം. ഈ സെമിനാറിൻ്റെ മറ്റേ കാര്യങ്ങൾ അത് മറ്റുള്ള ജില്ലകളിലും കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഈ സെമിനാറുകൾ നടത്തുന്നുണ്ട്. അതിൻ്റേതായ പ്രത്യേക മറ്റേ അവതാരകരും അത് വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് പ്രമുഖമായ വിഷയങ്ങളാണ് അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ വിഷയം തിരഞ്ഞെടുത്തത് ആധുനിക വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പല മാറ്റങ്ങളും നമുക്കറിയാം. നമ്മുടെ ചരിത്രങ്ങളൊക്കെ മാറ്റി എഴുതിക്കൊണ്ട് സിലബസുകളിൽ വലിയ സമൂലമായ മാറ്റങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ ചരിത്രത്തെയും മറ്റും വളച്ചൊടിച്ചുകൊണ്ട് സിലബസുകളിൽ വലിയ മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വിഷയം തിരൂരിൽ പ്രധാനമായും എടുക്കാനുള്ള കാരണം. അതിന് തന്നെ പ്രഗത്ഭരായ ഇതേക്കുറിച്ചൊക്കെ കാര്യമായി സംസാരിക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ട നമ്മുടെ മുൻ MLA KNA ഖാദർ അവர்களுം അതുപോലെ PJ വിൻസെൻ്റ് അവരുകളൊക്കെയാണ് അതിനകത്ത് കാര്യമായിട്ട് വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കുന്നത്. ഞങ്ങളുടെ MESന്റെ ബഹുമാനായ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ സാഹിബ് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. എല്ലാ പൊതുജനങ്ങൾക്കും അതിലേക്ക് പ്രവേശനമുണ്ട്. വിവിധ മത രാഷ്ട്രീയ സംഘടനകളെ ഞങ്ങൾ ഈ സെമിനാറിലേക്ക് വളരെ ആർദ്രത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും പങ്കെടുക്കാം. സമകാലിക വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടും. പത്രമാധ്യമങ്ങളുടെയും ദൃശ്യമാധ്യമങ്ങളുടെയും ചാനൽ മാധ്യമങ്ങളൊക്കെ നല്ല പബ്ലിക്കിനെ അറിയിക്കാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഒരു സ്കോളർഷിപ്പ് സംവിധാനത്തിലൂടെ കേരളത്തിൽ 1964 നടപ്പിലാക്കിയ പ്രവർത്തനം ആരംഭിച്ച മുസ്ലിം ഫിസിക്കൽ സൊസൈറ്റി അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ, പ്രത്യേകിച്ച് ആരോഗ്യ രംഗങ്ങളിൽ ജനങ്ങളെ സാധാരണക്കാരോടൊപ്പം സഞ്ചരിക്കാൻ MESന് കഴിഞ്ഞ 60 വർഷം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. MESന് 60 വയസ്സ് കഴിഞ്ഞു. അതോടൊപ്പം ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, MESന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് MESന് സാധാരണ താഴെക്കെട്ടിലേക്ക് MESന് പ്രവർത്തനം വ്യാപിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായി ഈ കേരളത്തിലെ ഒരു താലൂക്കിൽ 10 CBSE സ്കൂളും 10 MES യൂണിറ്റുകളും വിഭാവനം ചെയ്തുകൊണ്ട് അന്ന് നേതൃത്വം നൽകിയ ഒരു ശക്തമായ നേതാക്കളുടെ പ്രവർത്തന ഫലമാണ് ഇന്ന് തിരൂരിലും തിരൂർ താലൂക്കിലെ ഇതര പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്ന CBSE സ്കൂളുകൾ. വർത്തമാന ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുമ്പോൾ സാഫ്രണൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ കാവ്യവൽക്കരിച്ചുകൊണ്ട് ചരിത്ര യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ രീതി ഇപ്പോൾ പല പരിഷ്കാരങ്ങളുടെ പേരിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വളരേണ്ട പൊതുസമൂഹം, നിങ്ങൾക്കറിയാം, വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ നയിക്കേണ്ടവരാണ് നാളെ. അവർക്ക് യഥാർത്ഥ വിദ്യാഭ്യാസം നൽകുന്നതിന് പകരം എല്ലാ ചരിത്രങ്ങളും വളച്ചൊടിച്ചുകൊണ്ടുള്ള പ്രവണതയാണ് ഇന്ന് രാജ്യം നേരിടുന്നത്. അപ്പോൾ അതിനൊക്കെ എതിരെ
യഥാർത്ഥ വിദ്യാഭ്യാസം വിദ്യാർത്ഥികളിൽ എത്തിക്കുക, ചരിത്രം എന്താണെന്ന് വിദ്യാർത്ഥികളെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മതേതര വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം, ആ എഡ്യൂക്കേഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് MES ജില്ലയിലെ 3 താലൂക്കുകൾ സെലക്ട് ചെയ്തുകൊണ്ട് സെമിനാറുകൾ സംഘടിപ്പിക്കുകയാണ്. അന്തിമമായ സഹകരണം ഇതിന് വേണം. ആ പരിപാടി വൻ വിജയമാക്കണം. തിരൂരിനെ സംബന്ധിച്ചിടത്തോളം ചരിത്ര പ്രാധാന്യം അറിയിക്കുന്ന പരിപാടിയാക്കി. തിരൂർ പ്രസ്വാസ ഓഡിറ്റോറിയത്തിൽ ഈ വെള്ളിയാഴ്ച 2:30 നടക്കുന്ന സെമിനാറിലേക്ക് മതേതര വിദ്യാഭ്യാസത്തിൻ്റെ വെല്ലുവിളി എന്ന വിഷയം ഇന്ന് ചർച്ച ചെയ്യുകയാണെന്ന് ഇതിലേക്ക് ഈ നാട്ടിലെ എല്ലാ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ കഴിവുകളുന്ന എല്ലാ വ്യക്തികളെയും ആഗ്രഹമായി സ്വാഗതം ചെയ്യുക. പരിപാടി ഒരു സംസ്ഥാനതല പരിപാടിയായിട്ടാണ് ആദ്യമായിട്ട് 3 പ്രോഗ്രാമുകളാണ് ജില്ലയിൽ നടക്കുന്നതെങ്കിലും കൂടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ തിരൂരാണ് ഈ പരിപാടി നടക്കുന്നത്. അതിൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും അല്ലെങ്കിൽ ദൃശ്യമാധ്യമ പത്രപ്രവർത്തകർ ഞങ്ങളെ ഈ പ്രോഗ്രാമിന് എല്ലാവിധ പിന്തുണയും അതിനുള്ള എല്ലാ പ്രോത്സാഹനവും നൽകണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ തിരൂരാണ് സംസ്ഥാന തലത്തിലുള്ള ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ഈ വരുന്ന 25-ാം തീയതി വെള്ളിയാഴ്ച ട്രസ്റ്റ് പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് 2:30 ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ പ്രദേശത്തെ മതനിരപേക്ഷ സമൂഹത്തിലെ എല്ലാവരും ഈ പരിപാടി, മതനിരപേക്ഷ സമൂഹത്തിലുള്ള എല്ലാ ആളുകളും വിശ്വസിക്കുന്ന, മതേതരത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നും. വാർത്താ സമ്മേളനത്തിൽ MES സംസ്ഥാന വൈസ് പ്രസിഡന്റ് K മുഹമ്മദ് ഷാഫി ഹാജി, ജില്ലാ സെക്രട്ടറി ഉമ്മർ ഗുരുക്കൾ, താലൂക്ക് പ്രസിഡന്റ് ഷറഫുദ്ദീൻ തെയ്യമ്പാട്ടിൽ, K അബ്ദുൽ ജലീൽ, നജ്മുദ്ദീൻ കല്ലുങ്ങൽ, സലാം പിലിലീസ്, റഷീദ് ചക്കുങ്ങൽ, യൂണിറ്റ് സെക്രട്ടറി KK റസാഖ് എന്നിവർ പങ്കെടുത്തു. മീഡിയ ന്യൂസ് തിരൂർ.